നമസ്കാരം. ഭഗവാൻ മഹാവിഷ്ണുവിനെയും ചന്ദ്രനെയും മഹാലക്ഷ്മിയെയും ഒരുമിച്ച് വണങ്ങുവാനുള്ള ദിവസമാണ് പൗർണമി. ലക്ഷ്മി കടാക്ഷത്തിലൂടെ കുടുംബാഭിവൃദ്ധി നേടാനുള്ള വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് പൗർണമി അല്ലെങ്കിൽ വെളുത്തവാവ് ദിവസം. ഇപ്രാവശ്യത്തെ പൗർണമി, അതായത് ആഷാഢമാസത്തിലെ പൗർണമി വന്നിരിക്കുന്നത് ജൂൺ 10-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച കൂടി വന്നിരിക്കുന്ന ഈ പൗർണമി കുബേര പൗർണമി എന്നും ആഷാഢമാസത്തിൽ വരുന്ന വെളുത്തവാവിനെ ഗുരുപൂർണിമ ദിവസമായും ആചരിക്കുന്നുണ്ട്. വ്യാസപൂർണിമ എന്നറിയപ്പെടുന്ന ഈ ദിനത്തിലാണ് മഹാഭാരതത്തിന്റെ രചയിതാവും ആദ്യ ഗുരുവായി കണക്കാക്കപ്പെടുന്ന വ്യാസന്റെ ജന്മദിനമാണ് ഗുരുപൂർണിമ. വേദങ്ങളെ 4 പകുത്തതും പുരാണങ്ങൾ രചിച്ചതും വ്യാസമഹർഷിയാണ്. ഗുരുവിനോടുള്ള സമർപ്പണത്തിന്റെയും ഭക്തിയുടെയും അറിവ് നേടലിന്റെയും ദിനമായിട്ടാണ് ഈ ഗുരുപൂർണിമ ദിനം ആചരിക്കുന്നത്. ഗു എന്നാൽ അന്ധകാരവും, രു എന്നാൽ ഇല്ലാതാക്കുന്നതും. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന പ്രകാശം നൽകുന്നവനാണ് ഗുരു. ആയതിനാൽ ഈ ഗുരുപൂർണിമ ദിവസം പല കാരണങ്ങളാൽ മഹത്തരമാകുകയാണ്. ഇന്നേ ദിവസം തന്നെയാണ് പരമശിവൻ ആദിയോഗിയായി മാറി സപ്തഋഷിമാർക്ക് ഗുരു ഉപദേശം നൽകിയത് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗതമ ബുദ്ധൻ ബോധോദയത്തിന് ശേഷം തന്റെ 5 ശിഷ്യന്മാർക്ക് ഉത്തർപ്രദേശിലെ സാരാനാഥിൽ വെച്ച് ധർമ്മോപദേശം നൽകിയത് ഇന്നേ ദിവസമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്നേ ദിവസം കഴിയുമെങ്കിൽ നിങ്ങളുടെ ഗുരുക്കന്മാരുടെ പാദ നമസ്കാരം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അവരെ നേരിട്ട് പോയി കണ്ട് നമുക്ക് നമസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സാൽ അവരെ നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയം നിങ്ങൾക്ക് ഓം ഗും ഗുരുഭ്യോ നമഃ എന്ന് മനസ്സാൽ ചൊല്ലാവുന്നതാണ്. അപൂർവതയിൽ അപൂർവമായ കുബേര പൗർണമി കൂടി ആയതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കുമൊക്കെ ഒരുപാട് ഫലങ്ങളാണ് ലഭിക്കുന്നത്. കുബേരന്റെ ദിവസമായ വ്യാഴാഴ്ച വന്നിരിക്കുന്നതിനാൽ നിങ്ങൾ ഒരു തട്ടത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതിന്മേലെ 5 രൂപ നാണയം വെച്ച് നിങ്ങൾ മനസ്സാലെ നിങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടുവാനായിട്ട് ഈ ഒരു പരിഹാരം കൊണ്ട് സാധിക്കുന്നതാണ്. ഇത് ഇന്ന് രാത്രി മൊത്തം വിളക്കിന്റെ സൈഡിൽ നിങ്ങൾ വെച്ചേക്കുക. അതിനുശേഷം നാളെ ഈ മഞ്ഞപ്പൊടി ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയുകയും 5 രൂപ നാണയം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്പേസിലോ പണപ്പെട്ടിയിലോ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് അതിശക്തിയാർന്നൊരു ദീപം തെളിയിക്കുന്നതിനെ കുറിച്ചാണ്. ഇതിനായിട്ട് നിങ്ങളുടെ വീട്ടിൽ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ അത് ഒരു തട്ടത്തിൽ മൈലാഞ്ചി ഇല വെച്ച് ശംഖുപുഷ്പമൊക്കെ മിക്കവരുടെയും വീട്ടുകളിൽ കാണും. 2-3 ശംഖുപുഷ്പം വെച്ചിട്ട് അതിന് മീതെ മൺചിരാതിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കണം. ലക്ഷ്മി ദേവിയെ മനസ്സിൽ വിചാരിച്ച് ഈ വിളക്ക് തെളിയിക്കുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കുന്നതാണ്. ഇത് എല്ലാ പൗർണമിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കുബേര ഭഗവാന് വടക്കോട്ട് വിളക്ക് തെളിയിക്കുന്നത് പോലെ തന്നെയാണ് ഈ വിളക്കും ലക്ഷ്മി ദേവിക്ക് വടക്കോട്ട് ദർശനമായി വേണം വിളക്ക് തെളിയിക്കുവാനായിട്ട്. ഇത് ഒരു 9 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ വിളക്ക് തെളിയിച്ച് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാവുന്നതാണ്. ആ സമയം വേണമെങ്കിൽ ലളിതാ സഹസ്രനാമം ചൊല്ലാവുന്നതാണ്. ഇനി വിളക്കു തെളിയിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ ചന്ദ്രഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പൗർണമി ദിവസമായ ഒരു കുപ്പി ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം എടുത്തതിനു ശേഷം അതിലേക്ക് ഇനി പറയുന്ന വസ്തുക്കൾ ഇടേണ്ടതാണ്. ഒരു പട്ടയും ഒരു സ്റ്റാർ അനീൻസും ഒരു 5 ഏലക്കയും 3 ഗ്രാമ്പുവും കുറച്ച് പച്ചക്കർപ്പൂരവും ഇട്ട് ചന്ദ്രന്റെ നിലാവ് തട്ടത്തക്ക രീതിയിൽ ആരും തട്ടിമറിക്കാത്ത രീതിയിൽ വേണം ആ ഗ്ലാസ് എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെക്കുവാൻ. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി മൊത്തം അതവിടെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. കുറച്ചു നേരമെങ്കിലും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആ ഗ്ലാസ് വീട്ടിനകത്തേക്ക് എടുത്തു വെക്കാവുന്ന. ഇതിലെ വെള്ളം അടുത്ത ദിവസം രാവിലെ വീടിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും തളിക്കാവുന്നതാണ്. കാരണം ചന്ദ്രകിരണങ്ങളേറ്റ്, പൗർണമിയിലെ ചന്ദ്രകിരണങ്ങളേറ്റ് അത് അതീവ ശക്തിയുള്ള ജലമായി മാറിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റ് വസ്തുക്കളൊന്നും ഇട്ടില്ലെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ഒരു 9 മണിക്ക് ശേഷം നിലാവ് ഉള്ള സമയത്ത്, അതായത് ചന്ദ്രന്റെ പ്രകാശം നല്ലോണം കിട്ടുന്ന സ്ഥലത്ത് പോയി ആ ഗ്ലാസ് നിങ്ങളുടെ കൈകളിൽ പിടിച്ച് നിങ്ങളുടെ ഏത് ആഗ്രഹമാണോ നടക്കേണ്ടത്, സന്താന ഭാഗ്യമാണോ, മംഗല്യഭാഗ്യമാണോ, ജോലി ലഭ്യതയാണോ, അങ്ങനെ ഏത് ആഗ്രഹവും നിങ്ങൾ മനസ്സിൽ നടന്നു കഴിഞ്ഞതായിട്ട് വിചാരിക്കുക. ഒരു 5 മിനിറ്റ് ഈ വെള്ളം ഇങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ്. പവർഫുള്ളായ ഒരു ഫുൾ മൂൺ വാട്ടർ മാനിഫെസ്റ്റേഷനാണ് ഇത്. എല്ലാ പൗർണമിക്കും നിങ്ങൾക്കിത് ചെയ്തു നോക്കാവുന്നതാണ്. എന്തായാലും ഈ പൗർണമിക്ക് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കൂ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.